ഡിസ്ക്ലൈമർ, ആർട്ടിസ്റ്റിൻ്റെ വീഡിയോസ് ഫുള്ളി മൈ എന്താ പേര് മൈ എന്താ അയ്യടാ അത് നടക്കുന്ന പരിപാടിയില്ല, മൈ ചിന്തകൾ. അത്രേ ഉള്ളൂ. എന്താണ് കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. സോ അതാണ് ഞാൻ എനിക്ക് കഴിഞ്ഞിട്ട് ഒരു സാധനമായിട്ടാണ് അതൊക്കെ വിട്ടത്. നമ്മുടെ കഥകൾ ഒരു കഥയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എൻ്റെ മടി കൊണ്ട് ഞാൻ പാട്ടിട്ട് കുറച്ച് അധികം വൈകിയെന്ന് അച്ചിരി അധികം തന്നെ നല്ല വൈകി. നമ്മുടെ കഥയിലേക്ക് നമുക്ക് പോകാം ഗൈസ്. ബറ്റാറ്റ, ഗുഡ് നൈറ്റ്. ഹലോടി, നീയൊക്കെ ഇവിടെ കിടക്കുമോടി? തള്ള, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യും. ഞാനൊക്കെ അപ്പോൾ നിനക്ക് ശല്യമല്ലടി. 10 മാസം ഞാൻ നിങ്ങൾക്ക് ഈ 10 മാസം നല്ലത് വേറെ എന്തെങ്കിലും പറയാൻ അറിയാമോ തള്ളേ? നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് തലക്കുത്രം പറഞ്ഞ് നടക്കരുതെന്ന്. പിന്നെ ഞാനിപ്പോഴും കുഞ്ഞാവല്ലേ. പിന്നെ അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഇപ്പം നിന്നെ വിളിച്ചത്. നിനക്കൊരു കല്യാണാലോചനയുണ്ട്. പിന്നെ നിൽക്കോ പോ അവിടുത്തെ. ഞാനിപ്പോഴും കുഞ്ഞല്ലേ. പോ അമ്മ അവിടെ നിന്ന്. പിന്നെ കൊച്ചു 10-12 വർഷം മുമ്പല്ലേ. ഞാൻ എപ്പോഴും കുഞ്ഞന്നെയാ. അപ്പോൾ അവിടുന്ന് ഇപ്പം വെച്ച് പോകത്തല്ല. ആരടി ഫോണിൽ? വേറെ ആര്? എൻ്റെ അമ്മ. നിനക്കൊക്കെ ഇവിടെ അമ്മ വിളിച്ചിട്ടില്ല. എനിക്കിവിടെ ഒന്നുണ്ട്. തോട്ടങ്ങി അവളെ പാചകം. ഇനി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടണം. പിന്നെ രക്ഷപ്പെട്ടത് നീ എന്താ ചെയ്യാൻ പോന്നെ? ആദ്യം നിനക്കൊരു കോഴി എടുക്കും, എന്നിട്ട് അതിനകത്തേക്ക് വീട് തട്ടും. അതാണ് ചെയ്യാൻ പോകുന്നത്. എന്തേ? ആയിക്കോട്ടെ. അയ്യോ, ഞാൻ എൻ്റെ സിദ്ധുവേട്ടനെ കണ്ടിട്ട് എത്ര ദിവസമായി. ഓ മൈ ഗോഡ്, സിദ്ധുവേട്ടനാ? ഓളിരിക്കും സിദ്ധുവേട്ടന്. എന്താണ് ഇതേൻ്റെ ചെറുക്കണെല്ലാം പറഞ്ഞാലോ കേട്ടോ. പിന്നെ നീ തേടിനെ നിങ്ങളൊരു ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ഓടി നീ ചെയ്തു നോക്കാം. അപ്പം നീ കാണാം. പിന്നെ ഒന്ന് നിർത്ത്, നമുക്ക് പോകണ്ടേ? എടി പറഞ്ഞ പോലെ അങ്ങനത്തെ സംഭവമുണ്ട്. നമുക്ക് ഇന്ന് രാത്രി ചാടാം. ഓക്കെ, സെറ്റ്. അത്രേ നമുക്കിന്ന് രാത്രി ചാടാം. ശരിയല്ലേ? സെറ്റല്ലേ? അപ്പോൾ ശരി. നമുക്ക് ഈ മതിൽ ചാടുമ്പോൾ വളരെ മറ്റേ ടെക്നിക്സ് മൂലം ചാടണം. ഓക്കെ ശരി. അപ്പം നമുക്ക് ചാടാൻ തുടങ്ങിയല്ലേ? അപ്പം റെഡി, 1 2 3 എല്ലാവരും ചാടിക്കോളൂ. ഒച്ചുണ്ടാക്കല്ലേ? ഗോഡ് ഗൈസ്, ദിസ് ഈസ് അൺബിലീവബിൾ. നീ രക്ഷപ്പെട്ടു ഗൈസ്. യെസ്. ഡിങ്കടിങ്ങമ്മ കോരി സോഡാവാത്. നിങ്ങളിവിടെ ഉള്ളവരൊക്കെ നീപ്പിക്കും. നിർത്തടി എടി, നോക്കടി ഇവള് കയറി കാട്ടുന്നേ. എടി പൊട്ടത്തിനായിട്ട് നിർത്ത പൊട്ടന്മാരെ. അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിലെത്തി. ഇനി കുറച്ച് ഉറങ്ങട്ടെ. പിന്നെ എനിക്ക് ഓർക്കുന്നില്ല. വേറെ എന്തെങ്കിലും പറയാൻ അറിയോ കൊച്ചെ? തുടങ്ങി. നിങ്ങൾക്ക് ഈ ഒരു ദിവസം 10 വഴക്ക് കൂടണമെന്ന് വല്ല ഇതും വെച്ചിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ പറയുന്ന ആൾ വഴിക്കേ കൂടാറില്ല. നല്ല സത്യസന്ധയായ നല്ല ഭാവം ഒരു കൊച്ചായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആടിക്കാൻ പാവം കൊച്ച. എന്തെങ്കിലും എനിക്ക് കുഴപ്പമുണ്ടോ? ഇപ്പം ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ട് സത്യം എന്താ അടി? നീ വളരെ ശാന്തനായിട്ട് കേൾക്കണം. അയ്യോ, എന്നാടി? എന്താ പ്രശ്നം? എന്തേ? അമ്മ വീണ്ടും വിളിച്ചോ? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ കിടന്ന് കരയുന്നു. അപ്പം ഞാനും കരയുന്നു. എന്തുവാ പ്രശ്നം? നേഹ എന്നാടി? എടീ ചന്ദനമഴയെ, അമൃതേൻ്റെ കൊച്ചല്ല അർജുനെ. എന്തുകൊണ്ട് ഒരൊറ്റ അങ്ങ് വെച്ചേരും ഞാൻ. കോളേജിൽ പോയുള്ളതുകൊണ്ട് ഞാൻ വല്ലതും വെച്ചാ നേരം വെച്ചേ. സത്യം ഞാൻ വിചാരിച്ചു ഒരു മുമ്പേ ഒരു പ്രാക്ടീസിന് വേണ്ടി കരച്ചിലിട്ടായിരുന്നു. എടീ അവിടെ ശരിക്കും എനിക്ക് സങ്കടം വന്നുപോയി. നിർത്ത് പൊട്ടത്തിരക്ക്. നീ പോയി റെഡിയാവ് പോ. ഹലോ, ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളോടാണോ ചേട്ടാ? അല്ലടി, നിന്റെ മുമ്പ് വന്നത് നിനക്ക് മനസ്സിലായി. മുമ്പ് വന്ന് ചോദിച്ചിട്ട് അവൾ ചോദിക്കുക ആരോടാ ചേട്ടാ? അടങ്ങ് ചേട്ട, പിള്ളേരല്ലേ. പിന്നെ അല്ലേ താൻ എന്നെ അങ്ങ് മുക്കി കയറ്റും. അടങ്ങച്ചേ.
അടങ്ങിയില്ലേതാണ് എന്നാ ചെയ്യും. നീ കൊള്ളാലോ, ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ചൂട് നിനക്കായിരുന്നു. ഈറ്റങ്ങൾ കടിക്കുവാടാ, പോയാലോ? പോകുന്നതായിരിക്കും മോനെ ബുദ്ധി. വേഗം പോവാ, ഓടിക്കോ. എങ്ങനെ പേടിക്കല്ലടാ. ആ, ഈയിടെ പേടിക്കാതെ കുത്തിട്ട് ഞാൻ പോവാണ്. ജീവൻ വേണേ ഓടിക്കുമോ? പെങ്ങന്മാരെ കാണാൻ ഭാഗ്യമുണ്ടേ കാണാനോടാ. അല്ല വേണ്ട, കാണാൻ ഭാഗ്യം കാണേ വേണ്ട. അപ്പം ശരി സ്റ്റാറ്റാ. അപ്പൊ കാണാൻ ഭാഗ്യമുണ്ട്, കാണാൻ ചേട്ടന്മാരെ. ഇതിന് ഭ്രാന്തടാ, ഓടിക്കോ മോനെ. ഹലോ ഗൈസ്, ഞാനിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വെക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു FF തീർക്കും. അത് ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്, അങ്ങനെ ആവും നടന്നുകൂടാ. ഓക്കെ, അപ്പോൾ നമ്മളത് തീർക്കാനുള്ളൊരു പ്ലാനിലാണ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇന്ന് ഈ പാട്ടിലൂടെ അത് തീർക്കണമെന്നായിരുന്നു, പക്ഷേ നടന്നില്ല. കാരണം എൻ്റെ മടിയോണ്ട് തന്നെയാണ്. ഇപ്പോൾ കുറേ കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് തീർക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറെ കാര്യം പറയാനുള്ളത്, ബാക്കി നാളെ വരുന്നതാണ്, നാളെ തന്നെ വരും. അതാണ് എൻ്റെ ഒരു. പിന്നെന്താ, FF ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ശരി, ടാറ്റാ, നാളെ കാണാം.